തൃശൂർ പൂര വിളംബരമാണ് നടക്കുന്നത്. ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, പൂരത്തിലേക്ക് ഉണരുന്നു. 48 മണിക്കൂർ നീളുന്ന പൂരാഘോഷങ്ങൾക്കുള്ള ഔദ്യോഗിക തുടക്കമായി പൂര വിളംബരം. എന്തൊക്കെയാണ് ചടങ്ങുകൾ? എപ്പോഴാണ് തെക്കേ തൃശൂർ നഗരവും പൂരപ്രേമികളും കാത്തിരുന്ന പൂരത്തിന്റെ ഉത്സവലഹരിയിലേക്ക് നഗരവും ക്ഷേത്രവും പരിസരവും മാറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂരവിളംബരത്തിനായി തയ്യാറെടുത്തിരിക്കുന്നു. മേളം, ചാണ്ടിമേളം പൊട്ടിക്കയറുന്ന കാഴ്ചകളാണ് കാണുന്നത്. രാവിലെ നെയ്തലക്കാവിലമ്മ 8:30യോടുകൂടിയാണ് ക്ഷേത്രത്തിൽ നിന്നും പൂരവിളംബരത്തിനായി പുറപ്പെട്ടത്. അല്പസമയങ്ങൾക്ക് മുൻപ് തൃശൂർ നഗരത്തിൽ സ്വരാജ് റൗണ്ട് പിന്നിട്ട് മണികണ്ഠനാൽത്തറയിലെത്തി ഇപ്പോൾ ക്ഷേത്ര പരിസരത്തേക്ക് പ്രവേശിക്കുകയാണ്. നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളത്താണിത്. പൂരവിളംബരം നടക്കാനിരിക്കുന്നു. വടക്കുംനാഥ ക്ഷേത്രത്തിന് സമീപം പടിഞ്ഞാറേ നടയിൽ തയ്യാറാക്കിയ മേളപ്പന്തലിൽ എഴുന്നള്ളി നിൽക്കുകയാണ് നെയ്തലക്കാവിലമ്മ. ഈ മേളം പൂർത്തീകരിച്ചതിന് ശേഷം പടിഞ്ഞാറേ ഗോപുരനട വഴി ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കും. അതിനുശേഷം ക്ഷേത്രത്തിൽ വലം വെച്ച് കൊമ്പും മുതലും വാദ്യങ്ങൾ വായിച്ച് തെക്കേ നടയിലൂടെ എത്തി തെക്കേ നട തുറന്ന് എറണാകുളം ശിവകുമാറിന്റെ നേതൃത്വത്തിൽ തെക്കേ നട തുറന്ന് തെക്കേ നട വഴി തെക്കിൻകാട് മൈതാനിലൂടെ എത്തി വീണ്ടും ശ്രീമൂലസ്ഥാനത്തെത്തി കൊമ്പും കുടുംബം വിളിച്ച് പൂരവിളംബരം നടക്കാനിരിക്കുന്നു. ആ പൂരവിളംബരം പൂർത്തിയായി കഴിഞ്ഞാൽ തൃശൂർ പൂരാവേശത്തിലേക്ക് പൂർണ്ണമായും കടക്കും. ആ പൂരവിളംബരത്തിന് മുന്നോടിയായിട്ടുള്ള നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നെയ്തലക്കാവിലമ്മ രാവിലെ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് എഴുന്നള്ളി വടക്കുംനാഥ സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നു. വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പാണ്ടിമേളമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മേളത്തിന് തുടക്കം, താളത്തിന് തുടക്കം. പാണ്ടിമേളത്തിന്റെ ഉത്സവ ലഹരിയിലാണ് എല്ലാവരും. ചുറ്റോട് ചുറ്റും നിൽക്കുന്ന കാഴ്ചക്കാരും കാണികളും ആസ്വാദകരും മേളത്തിന്റെ താളത്തിൽ ലയിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നെയ്തലക്കാവിലമ്മയുടെ ആദ്യമേളം തൃശൂർ പടിഞ്ഞാറേ നടയ്ക്ക് സമീപമുള്ള മേളപ്പന്തലിൽ പുരോഗമിക്കുകയാണ്. ഈ മേളം പൂർത്തീകരിച്ചതിന് ശേഷമാകും ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് പ്രവേശിക്കുക. അതിനുശേഷം പൂരവിളംബരം നടക്കും. തെക്കേ നട തുറന്നെത്തിയതിനു ശേഷം വടക്കുംനാഥന് മുന്നിൽ ശ്രീപൂരസ്ഥാനത്തെത്തിയായിരിക്കും പൂരവിളംബരം. 3 തവണ സംഘടന വിളിച്ച് പൂരവിളംബരം നടത്തി പ്രഖ്യാപനം നടത്തിയാൽ തൃശൂർ പൂരാവേശത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ മേളം ആസ്വദിക്കുന്ന ആസ്വാദകരെ നമുക്ക് കാണാം. താളം ആസ്വദിക്കുന്ന കാഴ്ചക്കാരെ നമുക്ക് കാണാം. അങ്ങനെ പൂരത്തിന്റെ മുഴുവനായിട്ടുള്ള ആവേശവും ഏറ്റെടുത്തുകൊണ്ട് സാംസ്കാരിക നഗരിയിലെ ആപാലവൃത്തം ജനങ്ങളും വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിയ കാഴ്ചകളാണ് നമുക്ക് കാണുന്നത്. പാണ്ടിമേളം പൊട്ടിക്കയറുന്നു. രാജപ്പന്മാരാരുടെയും സംഘത്തിന്റെയും നേതൃത്വത്തിൽ 60ഓളം കലാകാരന്മാർ ചേർന്നുകൊണ്ടാണ് നെയ്തലക്കാവിന്റെ ആദ്യ മേളം നടത്തുന്നത്. ഈ ആദ്യ മേളം അനുഭവിക്കുമ്പോൾ തന്നെ ആസ്വാദകരുടെ ആവേശം നമുക്ക് കാണാം. ഈ താളത്തിലും മേളത്തിലും അലിഞ്ഞു നിൽക്കുന്ന തൃശ്ശൂർകാരായിട്ടുള്ള പൂരപ്രേമികളെ നമുക്ക് കാണാം. പൂരം കണ്ട പൂരത്തിന് തൃശ്ശൂരിൽ തുടക്കമായിരിക്കുന്നു. പൂരാവേശത്തിലേക്ക് ആപാലവൃത്തം ജനങ്ങളും കടന്നിരിക്കുന്നു. ലോകത്തിന്റെ കണ്ണുകൾ തൃശ്ശൂരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പൂരവിളംബരം നടക്കാനിരിക്കുകയാണ് ലക്ഷ്മി. 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരത്തിന്റെ ആവേശത്തിലേക്ക്, ഉത്സവത്തിലേക്ക് കടക്കുകയാണ്. അതിന് മുന്നോടിയായുള്ള വിളംബരമാണ് ഇന്ന്. പൂരവിളംബരമാണ് ഈ നടക്കുന്നത്. നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ അവിടെ തെക്കേ ഗോപുര നട തുറക്കും. അതോടെ പൂരലഹരിയിലേക്ക് ആ പരിസരം കടക്കും. ആ ക്ഷേത്ര പരിസരങ്ങൾ പൂരലഹരിയിലേക്ക് കടക്കും. 48 മണിക്കൂർ നീളുന്ന പൂരാഘോഷങ്ങൾക്കതോടെ തുടക്കമാകും.